നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഡിപെൻഡന്റ് വിസയിൽ രാജ്യത്ത് ഇപ്പോഴും ആളുകൾ എത്തുന്നു എന്ന് ഹോം ഓഫീസ്. 2024 മാർച്ച് 11 മുതലാണ് കെയർ വർക്കർമാർക്കും സീനിയർ കെയർ വർക്കർമാർക്കും ആശ്രിതരെ യുകെയിലേക്ക് കൊണ്ടുവരുന്നതിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. വിലക്കേർപ്പെടുത്തിയ നിയമത്തിലെ ചില ഇളവുകൾ ഇപ്പോഴും കുടുംബാംഗങ്ങളെ ഡിപെൻഡന്റുകളായി കൊണ്ടുവരാൻ നിയമപരമായി അനുമതി നൽകുന്നു. 2024 ഫെബ്രുവരി ഡിപെൻഡന്റ് അപേക്ഷകൾ 2,33,200 ആയിരുന്നു. എന്നാൽ ഈ വർഷം ഡിപെൻഡന്റ് അപേക്ഷ 41,200 കുറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാർ സമരത്തിലേക്ക്. കൂടുതൽ ശമ്പളവും കുറഞ്ഞ ജോലി സമയവും ആവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാർ അടുത്ത 12 മാസത്തിനുള്ളിൽ സമര നടപടികളിലേക്ക് നീങ്ങാൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഡോക്ടർമാരിൽ 76% പേരും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ വോട്ടെടുപ്പിൽ വ്യാവസായിക നടപടികളെ പിന്തുണച്ചു. സമരം നടന്നാൽ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ പ്രധാന ചികിത്സാ സേവനങ്ങളും രോഗി പരിചരണത്തെയും അത് ബാധിക്കുമെന്ന ആശങ്ക. സമര തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ സമരക്കാരും ഡോക്ടർമാരുടെ സംഘടനകളും തമ്മിൽ നടത്തുന്ന ചർച്ചകളിലൂടെ സമരം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തൽ. യുകെ വിമാനത്താവളങ്ങളിലെ ഇ ഗേറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി സർക്കാർ കുറച്ചു. ഇനി മുതൽ 8ഉം 9ഉം വയസ്സുള്ള കുട്ടികൾക്കും യുകെയിൽ മടങ്ങിയെത്തുമ്പോൾ ഈ ഗേറ്റുകൾ വഴി പരിശോധന പൂർത്തിയാക്കാം. മുമ്പ് 10 വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം. പുതിയ മാറ്റത്തിലൂടെ ഈ ഗേറ്റ് സൗകര്യം 15 ലക്ഷത്തോളം കുട്ടികൾക്ക് അധികം പ്രയോജനപ്പെടുത്താനാകുമെന്ന് യുകെ സർക്കാർ. ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങളുടെ യാത്രാക്ലേശം കുറയ്ക്കാനും വിമാനത്താവളത്തിലെ നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനം സഹായിക്കുമെന്ന് വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തുടർച്ചയായി 2ാം ദിനവും കനത്ത പ്രത്യാക്രമണവുമായി US. ആദ്യ ദിനം 80 ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം 90 ലക്ഷ്യങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നും US സെൻട്രൽ കമാൻഡ്. അമേരിക്കയുടെ പുതിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ ചർച്ചകൾക്കായി ഇറാൻ സമീപിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിനായി അപേക്ഷിക്കുകയാണെന്നും എന്നാൽ കരാർ പാലിക്കാൻ അവർ തയ്യാറാണോ എന്ന് ഉറപ്പില്ലെന്നും ട്രംപ്. ഹോർമൂസ് കടലിടുക്കിലെ ഒമാനിയൻ ഇടനാഴി ഉപയോഗിച്ച് ഇന്ത്യൻ എണ്ണ കപ്പൽ ഇറാൻ തിരിച്ചയച്ചു. ഒമാൻ തീരത്തുകൂടിയുള്ള താൽക്കാലിക സമുദ്ര ഇടനാഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ടാങ്കറിനെയാണ് തിരിച്ചയച്ചത്. ഇറാൻ നിർദ്ദേശിച്ച ഷിപ്പിംഗ് പാത തന്നെ ഉപയോഗിക്കാൻ കപ്പലിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് വാദം. ഒമാനിയൻ ഇടനാഴി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പലുകൾക്ക് റേഡിയോ വഴി ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നും റിപ്പോർട്ട്. ബുധനാഴ്ച ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ എല്ലാ കപ്പലുകളും ഒമാനി ഇടനാഴിക്ക് പകരം ഇറാൻ നിശ്ചയിച്ച പാതയാണ് ഉപയോഗിച്ചതെന്നും കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ. ഇസ്ലാം മതം സ്വീകരിച്ചയാൾക്ക് പിന്നോക്ക സംവരണത്തിന്റെ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല എന്ന മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പ്രത്യേകാനുമതി ഹർജി നൽകി. നിലവിൽ സംവരണാനുകൂല്യം ലഭിക്കുന്നയാൾക്ക് മതപരിവർത്തനത്തിന്റെ പേരിൽ അത് നിഷേധിക്കാൻ പാടില്ലെന്ന നിലപാടിലൂടെ ഉറച്ച് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന് വിവിധ സംഘടനകൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യമുന്നയിച്ചിരുന്നു. രാമക്ഷേത്രം ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനും ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായ്. 2025 ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി ചേർന്ന അനിൽ മിശ്ര സ്വന്തം നിലയ്ക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയെന്നും ഇക്കാര്യം തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നടന്നതെന്നും ചമ്പത് റായ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ കത്തിലാണ് റായിയുടെ വെളിപ്പെടുത്തൽ. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് റായ് ഈ കത്തിൽ ഒപ്പിട്ടത്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷിപ്പുഴയ്ക്ക് സമീപം നടത്തിയ തിരച്ചിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെയും മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലത്തിൽ നിന്നാണ് ഈ മൃതദേഹവും കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരി ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായ ഇതര സംസ്ഥാനക്കാരായ 5 പേരിൽ ആരുടേതാണ് കണ്ടെത്തിയ മൃതദേഹമെന്ന് ഇനി തിരിച്ചറിയണം. വാർത്തകൾ വിശദമായി. കെയർ വർക്കർ വിസയിലെത്തുന്നവർക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് യുകെ സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ഈ റൂട്ടിലൂടെയുള്ള ഡിപെൻഡന്റ് വിസകളുടെ വരവ് തുടരുന്നതായി വ്യക്തമാക്കി ഹോം ഓഫീസ് കണക്കുകൾ. 2024 മാർച്ച് 11 മുതൽ പുതുതായി എത്തുന്ന കെയർ വർക്കർ വിസമാർക്കും സീനിയർ കെയർ വർക്കർ വിസമാർക്കും ആശ്രിതരെ യുകെയിലേക്ക് കൊണ്ടുവരുന്നതിൽ വിലക്കുണ്ട്. 2024 മാർച്ച് 11 മുതൽ പുതുതായി എത്തുന്ന കെയർ വർക്കർമാർക്കും സീനിയർ കെയർ വർക്കർമാർക്കും ആശ്രിതരെ യുകെയിലേക്ക് കൊണ്ടുവരുന്നതിൽ വിലക്കുണ്ട്. എന്നാൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ഈ റൂട്ടിലൂടെയുള്ള ഡിപെൻഡന്റ് വിസകളുടെ വരവ് തുടരുന്നതായി വ്യക്തമാക്കി ഹോം ഓഫീസ് കണക്കുകൾ പുറത്തുവിട്ടു. എന്നാൽ ഈ തീയതിക്ക് മുമ്പ് തന്നെ യുകെയിൽ കെയർ വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോഴും കുടുംബാംഗങ്ങളെ ഡിപെൻഡന്റുകളായി കൊണ്ടുവരാൻ നിയമപരമായി അനുമതിയുള്ളതാണ് പുതിയ കണക്കുകൾക്ക് പിന്നിലെ പ്രധാന കാരണം.
ഹോം ഓഫീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2026 മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്കിലെ റൂട്ടിലെ ഡിപെൻഡന്റ് അപേക്ഷകൾ 41,200 കുറഞ്ഞിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇതിൽ 24% കുറവുണ്ടായതായും 2024 ഫെബ്രുവരിയിലെ ഏറ്റവും ഉയർന്ന നിരക്കായി 2,33,200 അപേക്ഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 82% ഇടിവാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എങ്കിലും രാജ്യത്ത് കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടും ഡിപെൻഡന്റ് വിസ അപേക്ഷകൾ പൂർണ്ണമായും അവസാനിക്കാത്തത് യുകെയിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രധാന വിസകളെ അപേക്ഷിച്ച് ഡിപെൻഡന്റ് വിസകളുടെ എണ്ണം ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഉയർന്ന അനുപാതത്തിൽ തുടരുന്നതും ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നു. ഉദാഹരണത്തിന് കാമറൂണിൽ നിന്നുമുള്ള 12 പ്രധാന വിസകൾക്ക് പിന്നാലെ 180 കുടുംബാംഗ വിസകൾ അനുവദിച്ചതായും കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇന്ത്യ, ഘാന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള അപേക്ഷകളിലും ഉയർന്ന ഡിപെൻഡന്റ് അനുപാതം രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തം. പുതിയ കെയർ വിസക്കാർക്ക് നിയന്ത്രണം ബാധകമാണ് എങ്കിലും പഴയ നിയമപ്രകാരം യുകെയിലെത്തിയവർക്കുള്ള ട്രാൻസിഷണൽ ആനുകൂല്യങ്ങളാണ് നിലവിലെ സാഹചര്യം തുടരാൻ ഇടയാക്കുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടുതൽ ശമ്പളവും കുറഞ്ഞ ജോലി സമയവും ആവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാർ അടുത്ത 12 മാസത്തിനുള്ളിൽ സമര നടപടികളിലേക്ക് നീങ്ങാൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഡോക്ടർമാരിൽ 76% പേരും വ്യാവസായിക നടപടികളെ പിന്തുണച്ചു. നിലവിൽ സമര തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരും ഡോക്ടർമാരുടെ സംഘടനകളും തമ്മിൽ നടത്തുന്ന ചർച്ചകളിലൂടെ സമരം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തൽ. കൂടുതൽ ശമ്പളവും കുറഞ്ഞ ജോലി സമയവും ആവശ്യപ്പെട്ട് അടുത്ത 12 മാസത്തിനുള്ളിൽ സമര നടപടികളിലേക്ക് നീങ്ങാൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാരിൽ 76% പേരും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ സമരം നടന്നാൽ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ പ്രധാന ചികിത്സാ സേവനങ്ങളെയും രോഗി പരിചരണത്തെയും അത് ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. 2008-2009 കാലഘട്ടത്തിനു ശേഷം തങ്ങളുടെ ശമ്പളത്തിന്റെ യഥാർത്ഥ മൂല്യം ഏകദേശം 25% കുറഞ്ഞുവെന്നാണ് കൺസൾട്ടന്റ് ഡോക്ടർമാരുടെ പ്രധാന വാദം. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ആരോഗ്യ സെക്രട്ടറി ജെയിംസ് മറേ വ്യക്തമാക്കി. ശരാശരി 1,52,000 പൗണ്ടിലധികം വരുമാനം ലഭിക്കുന്ന കൺസൾട്ടന്റുമാർക്ക് കഴിഞ്ഞ 4 വർഷത്തിനിടെ അടിസ്ഥാന തുടക്ക ശമ്പളത്തിൽ 28.5% വർധനവ് സർക്കാർ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയ സമര തീരുമാനം രോഗികൾക്കും NHSനും വലിയ തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ബഹുവർഷ ശമ്പള കരാർ നടപ്പിലാക്കുക, രാത്രിയും അവധി ദിവസങ്ങളിലുമുള്ള ജോലിക്ക് ഉയർന്ന പ്രതിഫലം ഉറപ്പാക്കുക, ആഴ്ചയിലെ ജോലി സമയം 40 മണിക്കൂറിൽ നിന്ന് 37.5 മണിക്കൂറായി കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നത്. BMAയിൽ ആകെ 35,067 കൺസൾട്ടന്റുമാരിൽ 18,069 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. നിയമപരമായി ആവശ്യമായ 50% വോട്ടിംഗ് എന്ന പരിധി നേരിയ വ്യത്യാസത്തിൽ മറികടന്ന് 51.5% പേർ വോട്ട് രേഖപ്പെടുത്തി. പൊതുജനാരോഗ്യ മേഖലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരും ഡോക്ടർമാരും എത്രയും വേഗം ചർച്ചകളിലേക്ക് മടങ്ങണമെന്നാണ് ആരോഗ്യ രംഗത്തെ പ്രമുഖർ ആവശ്യപ്പെടുന്നത്. വേനൽക്കാല അവധി യാത്രകൾക്കിടെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകി UK വിമാനത്താവളങ്ങളിലെ ഗേറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി സർക്കാർ കുറച്ചു. ഇനി മുതൽ 8ഉം 9ഉം വയസ്സുള്ള കുട്ടികൾക്കും UKയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗേറ്റുകൾ വഴി പരിശോധന പൂർത്തിയാക്കാം. മുമ്പ് 10 വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം. വേനൽക്കാല അവധി യാത്രയ്ക്കിടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമേകി UK വിമാനത്താവളങ്ങളിലെ ഗേറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി സർക്കാർ കുറച്ചതോടെ ഇനി മുതൽ 8ഉം 9ഉം വയസ്സുള്ള കുട്ടികൾക്കും UKയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗേറ്റുകൾ വഴി പരിശോധന പൂർത്തിയാക്കാമെന്ന് റിപ്പോർട്ട്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാസ്പോർട്ടിലെ ചിത്രവുമായി യാത്രക്കാരന്റെ മുഖം ഒത്തുനോക്കുന്ന സംവിധാനമായതിനാൽ സാധാരണ പാസ്പോർട്ട് കൗണ്ടറിലെ നീണ്ട ക്യൂ കുറയ്ക്കാൻ ഇത് സഹായിക്കും. പുതിയ നിയമം അനുസരിച്ച് ഗേറ്റ് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് കുറഞ്ഞത് 120 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു മുതിർന്ന വ്യക്തിയുടെ ഒപ്പമായിരിക്കണം കുട്ടികൾ യാത്ര ചെയ്യേണ്ടത്. ഈ മാറ്റം വഴി ഏകദേശം 15 ലക്ഷത്തോളം അധിക കുട്ടികൾക്ക് ഗേറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താനാകും എന്നാണ് UK സർക്കാർ കണക്കാക്കുന്നത്. ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബാംഗങ്ങളുടെ യാത്രാക്ലേശം കുറയ്ക്കാനും വിമാനത്താവളത്തിലെ നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സാധാരണ ഇന്ത്യൻ പാസ്പോർട്ടിലെ ഇന്ത്യയിൽ നിന്നും UKയിലെത്തുന്ന യാത്രക്കാർക്ക് ഗേറ്റ് സൗകര്യം ബാധകമല്ല. നിലവിൽ ബ്രിട്ടീഷ് പൗരന്മാർക്കും യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, കാനഡ, US, ജപ്പാൻ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ നിർദ്ദിഷ്ട രാജ്യങ്ങളിലെ പൗരന്മാർക്കുമാണ് ഗേറ്റ് ഉപയോഗിക്കാൻ അനുമതി.
UK വിസയോ വിസയോ ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് യാത്രക്കാർ സാധാരണയായി ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ള പാസ്പോർട്ട് കൗണ്ടറുകൾ വഴിയാണ് പ്രവേശന പരിശോധന പൂർത്തിയാക്കേണ്ടത്. UK-യിൽ ILR നിയമങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾക്കെതിരെ MP നീൽ ഡങ്കൻ ജോർദാൻ പാർലമെന്റിൽ പുതിയ പ്രമേയം സമർപ്പിച്ചു. കിങ്സ് സ്പീച്ചിനെ തുടർന്ന് മുൻ പ്രമേയം റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിലാണ് 57 MPമാരുടെ പിന്തുണയുണ്ടായിരുന്ന ഈ വിഷയം അദ്ദേഹം വീണ്ടും സഭയിലെത്തിച്ചത്. UK-യിൽ കിങ്സ് സ്പീച്ചിനെ തുടർന്ന് മുൻ പ്രമേയം റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ ILR നിയമങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾക്കെതിരെ MP നീൽ ഡങ്കൻ ജോർദാൻ പാർലമെന്റിൽ പുതിയ പ്രമേയം അവതരിപ്പിച്ചു. 5 വർഷം കൊണ്ട് സ്ഥിരതാമസം എന്ന സർക്കാർ വാഗ്ദാനം വിശ്വസിച്ചു വന്ന് ഇവിടെ കുടുംബവും സാമൂഹ്യ ജീവിതവും കെട്ടിപ്പടുത്തവരെ പിന്നീട് നിയമം മാറ്റി വഞ്ചിക്കുന്നത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും വിശ്വാസത്തെയും തകർക്കും. കൃത്യമായി നികുതി അടച്ച് UK-യുടെ പൊതുഫണ്ടുകളിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും കൈപ്പറ്റാതെ ഇവിടെ ജീവിക്കുന്നവരെ പുറത്താക്കുന്നതും ജീവനക്കാരുടെ ക്ഷാമത്തിനും വിൻഡ്രഷ് മാതൃകയിലുള്ള വലിയൊരു ദുരന്തത്തിനും കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനാൽ നിലവിലുള്ള എല്ലാ സ്കിൽഡ് വർക്ക് വിസ ഉടമകൾക്കുമായി 5 വർഷത്തെ ILR പ്രക്രിയ മാറ്റമില്ലാതെ നിലനിർത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ലാഭത്തിനും നൈജൽ ഫരാജിനെ പോലുള്ളവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും തടയിടാനായി കുടിയേറ്റക്കാരെ ബലിയാക്കുന്നതിന് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്നും MP കൂട്ടിച്ചേർത്തു. ആരോഗ്യം, എഞ്ചിനീയറിംഗ്, സോഷ്യൽ കെയർ തുടങ്ങിയ അവശ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്കിൽഡ് വർക്കർമാർക്ക് രാജ്യത്ത് നൽകുന്ന വിലയേറിയ സംഭാവനകളാണ് പ്രമേയം അടിവരയിടുന്നത്. ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ നിന്നും UAE-യിലെ ഷാർജയിലേക്ക് എയർ അറേബ്യയുടെ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചു. 2026 ജൂലൈ 4 മുതലാണ് ഈ റൂട്ടിൽ സർവീസുകൾ ആരംഭിച്ചത്. UK-യിൽ നിന്നും ഷാർജയിലേക്കുള്ള ഏക നേരിട്ടുള്ള സർവീസായി ഇതിൽ ദിവസേന 2 വിമാനങ്ങളാണ് എയർ അറേബ്യ നടത്തുന്നത്. UK-യിൽ താമസിക്കുന്ന മലയാളികൾക്ക് കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് കൂടുതൽ സൗകര്യപ്രദമായ പുതിയ ഓപ്ഷനാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. UK-യിലെ മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ച് ലണ്ടൻ, കെന്റ്, സറേ, സക്സസ്, ഹാംഷെയർ തുടങ്ങിയ തെക്കൻ ഇംഗ്ലണ്ട് മേഖലയിൽ താമസിക്കുന്നവർക്ക് ഈ സർവീസ് ഗുണകരമായി. ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ നിന്നും UAE-യിലെ ഷാർജയിലേക്ക് എയർ അറേബ്യയുടെ നേരിട്ടുള്ള വിമാന സർവീസുകൾ ജൂലൈ 4 മുതൽ ആരംഭിച്ചു. ഹീത്രോ വിമാനത്താവളം മാത്രം ആശ്രയിക്കാതെ ഗാറ്റ്വിക് വഴി ഷാർജയിലേക്ക് നേരിട്ടെത്താനും അവിടെ നിന്നും എയർ അറേബ്യയുടെ കണക്ഷൻ സർവീസുകൾ വഴി കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്ക് യാത്ര തുടരാനും സാധിക്കും. സ്കൂൾ അവധി, ഓണം, ക്രിസ്മസ്, അടിയന്തര കുടുംബ ആവശ്യങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ അധിക യാത്രാ ഓപ്ഷൻ ലഭിക്കുന്നത് മലയാളികൾക്ക് ആശ്വാസകരമാകും. നാട്ടിലേക്കുള്ള യാത്രകൾക്ക് പുറമെ UAE വഴിയുള്ള ട്രാൻസിറ്റ് യാത്രകൾക്കും ഈ റൂട്ട് സഹായകരമാകും. ഷാർജ വഴി ദുബായിലേക്കും UAE-യിൽ മറ്റ് നഗരങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. യാത്രക്കാരെ ആകർഷിക്കുന്ന ഘടകമാണ് ഇത്. കേരളത്തിന് പുറമെ ബാങ്കോക്ക്, ഫുക്കറ്റ്, കൊളംബോ, മാലി, കാഠ്മണ്ഡ് തുടങ്ങിയ അന്താരാഷ്ട്ര നഗരങ്ങളിലേക്കും ഷാർജ വഴി കണക്ഷൻ ലഭ്യമാകും. കൂടുതൽ സർവീസുകൾ ലഭ്യമാകുന്നതോടെ ടിക്കറ്റ് നിരക്കിലും യാത്രാ സമയത്തിലും യാത്രക്കാർക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹോർമോസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് തുടർച്ചയായ 2ാം ദിനവും കനത്ത പ്രത്യാക്രമണവുമായി US. ആദ്യ ദിനം 80 ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം 90 ലക്ഷ്യങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നും US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വാണിജ്യ കപ്പലുകളെയും നിരപരാധികളായ സാധാരണ നാവികരെയും ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് കൂടുതൽ ദുർബലപ്പെടുത്തുന്നതിനായി ജൂലൈ 8-ന് ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ തീരപ്രദേശത്തുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരനിരീക്ഷണ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, നാവികശേഷി, സൈനിക ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഉൾപ്പെടെ ഏകദേശം 90 ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ US സൈന്യം ആക്രമണം നടത്തി. തലേ ദിവസം രാത്രി നടന്ന വിജയകരമായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കമാൻഡർ ഇൻ ചീഫ് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ US സൈന്യം ജാഗ്രതയോടെ സജ്ജമായി നിലകൊള്ളുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാൻ ഒന്നടിച്ചാൽ 20 ഇരട്ടിയായി തിരിച്ചടിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിന് പിന്നാലെ പ്രതികരിച്ചു. ഇറാനെതിരെ സൈനികമായി വിജയം നേടിയതായും ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. US സേന ടെഹ്റാന് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയതോടെ ഇറാനിയൻ നേതൃത്വം ഒരു കരാറിനായി തങ്ങളെ സമീപിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ഞങ്ങൾ സൈനികമായി ഇതിനകം വിജയിച്ചിരിക്കുന്നു. അവർക്ക് വളരെ കുറച്ച് അവശേഷിക്കുന്നുള്ളൂ. കുറച്ചു സമയം മുമ്പ് അവർ വിളിച്ചു. അവർക്ക് ഒരു കരാർ ഉണ്ടാക്കാൻ വളരെ താല്പര്യമുണ്ട്. ഒരു കരാറിന് അവർ അർഹരാണോ എന്ന് എനിക്കറിയില്ല. അവർ കരാർ പാലിക്കുമോ എന്ന് എനിക്കറിയില്ല. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കയുടെ പുതിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ ചർച്ചകൾക്കായി ഇറാൻ സമീപിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇറാൻ ഒരു കരാറിനായി അപേക്ഷിക്കുകയാണ്, എന്നാൽ കരാർ പാലിക്കാൻ അവർ തയ്യാറാണോ എന്ന് ഉറപ്പില്ല എന്നും ട്രംപ്. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സൈനിക നടപടിക്ക് പിന്നാലെ ഇറാൻ അമേരിക്കയുമായി ബന്ധപ്പെട്ടു എന്ന് ട്രംപ് പറഞ്ഞു.
ഇറാനിൽ നിന്നും വിളിച്ചിരുന്നു. കരാറിലെത്താൻ അവർക്ക് അത്രയേറെ ആഗ്രഹമുണ്ട്. എന്നാൽ അവർ അതിന് അർഹരാണോ എന്ന് എനിക്കറിയില്ല. അവർ കരാർ പാലിക്കുമോ എന്ന് ഉറപ്പില്ല. അതാണ് പ്രശ്നമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനേക്കാൾ ശക്തമായാണ് അമേരിക്ക തിരിച്ചടിച്ചതെന്നും വ്യക്തമാക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടിയെ ന്യായീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവർക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. അവർ ആക്രമിക്കുന്ന ഓരോ തവണയും നമ്മൾ 20 മടങ്ങ് ശക്തമായി തിരിച്ചടിക്കും. അവർ ആക്രമിക്കുമ്പോൾ നമ്മൾ അതിലും ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ സൈനിക നടപടിക്ക് നാറ്റോ സഖ്യകക്ഷികൾ പിന്തുണ വാഗ്ദാനം ചെയ്തതായും എന്നാൽ ഇപ്പോൾ അവരുടെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ വിഷയത്തിൽ സഹായിക്കാൻ അവർക്കെല്ലാം വലിയ താല്പര്യമാണ്. എന്നാൽ അതിന് സമയമേറെ വൈകിപ്പോയി. നമുക്ക് യഥാർത്ഥത്തിൽ സഹായത്തിന്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിലെ ഒമാനി ഇടനാഴി ഉപയോഗിച്ച ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഇറാൻ തിരിച്ചയച്ചു. ഒമാൻ തീരത്തുകൂടിയുള്ള താൽക്കാലിക സമുദ്ര ഇടനാഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ടാങ്കറിനെയാണ് തിരിച്ചയച്ചത്. ഇറാൻ വാർത്താ ഏജൻസിയായ ഫാർസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ നിർദ്ദേശിച്ച ഷിപ്പിംഗ് പാത തന്നെ ഉപയോഗിക്കാൻ കപ്പലിന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്ന് വാദം. ഒമാനി ഇടനാഴി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പലുകൾക്ക് റേഡിയോ വഴി ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. മേഖലയിലെ സംഘർഷം മൂലം ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ഒഴിപ്പിക്കുന്നതിനായി ജൂൺ 24-നാണ് ഒമാനും ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും ചേർന്ന് ഈ താൽക്കാലിക ഇടനാഴി പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഈ പാത പ്രവർത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷം വീണ്ടും ഉടലെടുത്ത സാഹചര്യത്തിൽ ബുധനാഴ്ച രാവിലെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ എല്ലാ കപ്പലുകളും ഒമാൻ ഇടനാഴിക്ക് പകരം ഇറാൻ നിശ്ചയിച്ച പാതയാണ് ഉപയോഗിച്ചതെന്നും കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ വ്യക്തമാക്കുന്നു. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും അടക്കം 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇറാനിൽ US ശക്തമായ ആക്രമണമാണ് നടത്തിയത്. കൂടാതെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാൻ ഇറാന് നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കുകയും ചെയ്തു. ഇറാനുമായുള്ള എല്ലാ ധാരണകളും റദ്ദാക്കിയതായും വെടിനിർത്തൽ അവസാനിപ്പിച്ചതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 128 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.17 യൂറോ, 1 US ഡോളർ 95.38 ഇന്ത്യൻ രൂപ, 1 യൂറോ 109.13 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.34 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 67.37 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇസ്ലാം മതം സ്വീകരിച്ചയാൾക്ക് പിന്നോക്ക സംവരണത്തിന്റെ ആനുകൂല്യത്തിന് അർഹതയുണ്ടാവില്ല എന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകി. നിലവിൽ സംവരണ ആനുകൂല്യം ലഭിക്കുന്നയാൾക്ക് മതപരിവർത്തനത്തിന്റെ പേരിൽ അത് നിഷേധിക്കാൻ പാടില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഹിന്ദുമതത്തിൽ ജനിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചയാൾക്ക് താൻ മുസ്ലിം ആണെന്നും മാത്രമേ അവകാശപ്പെടാനാകൂ എന്നും പിന്നോക്ക സംവരണ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല എന്നും ജസ്റ്റിസ് GR സ്വാമിനാഥനും ജസ്റ്റിസ് PB ബാലാജിയും അടങ്ങുന്ന ബെഞ്ച് കഴിഞ്ഞ മാസം വിധിച്ചത്. പിന്നോക്ക, അതിപിന്നോക്ക പട്ടിക വിഭാഗങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് പിന്നോക്ക മുസ്ലിം വിഭാഗത്തിൽപ്പെടുത്തി 3.5% സംവരണം നൽകിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി വിധിയെത്തിയത്. ഹിന്ദുവായി ജനിച്ച പരമശിവം എന്നയാൾ സമീർ അഹമ്മദ് എന്ന പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം ലബായ് വിഭാഗത്തിൽപ്പെടുത്തി പിന്നോക്ക സർട്ടിഫിക്കറ്റ് നൽകാൻ അപേക്ഷ നൽകി. ഇത് നിഷേധിച്ചപ്പോഴാണ് കോടതിയെ സമീപിച്ചത്. മുസ്ലിം, ക്രിസ്ത്യൻ മതങ്ങളിൽ ഹിന്ദു മതത്തിലേതുപോലെ ജാതി ശ്രേണി ഇല്ല എന്നാണ് കരുതപ്പെടുന്നതെന്നും അതുകൊണ്ട് തന്നെ മതം മാറുന്നയാൾക്ക് താൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അവകാശപ്പെടാനാകില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന് വിവിധ സംഘടനകൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനും ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയുടെ പുതിയ വെളിപ്പെടുത്തലാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്നത്. 2025 ഫെബ്രുവരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അനിൽ മിശ്ര സ്വന്തം നിലയ്ക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയെന്നും ഇക്കാര്യം തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നടന്നതെന്നും ചമ്പത് റായ് ആരോപിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ കത്തിലാണ് ചമ്പത് റായ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. SBIയുമായി ഇടപാടുകൾ നടത്തുന്നതിനായി ഭരണപരവും സാമ്പത്തികവുമായ അധികാരങ്ങൾ അനിൽ മിശ്രയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും അതിനാൽ ക്രമക്കേടുകൾക്ക് അദ്ദേഹം ഉത്തരവാദിയാണെന്നും കത്തിൽ ആരോപിക്കുന്നു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ചമ്പത് റായ് ഈ കത്തിൽ ഒപ്പിട്ടത്. ബാങ്ക് വഴി നിയോഗിക്കപ്പെട്ട സ്വകാര്യ ഏജൻസിയുടെ പണമെണ്ണുന്ന ജീവനക്കാർ ചെസ്റ്റ് റൂമുകളിലെ കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ടെന്നും ചമ്പത് റായ് കത്തിൽ ചൂണ്ടിക്കാട്ടി. മഹാകുംഭമേള സമയത്ത് രാമക്ഷേത്ര സമുച്ചയത്തിൽ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ച സമയത്താണ് അനിൽ മിശ്ര SBI അയോധ്യ ബ്രാഞ്ച് ചീഫ് മാനേജർ
ഗോവിന്ദ് മിശ്രയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാകുംഭമേളക്കാലത്ത് സംഭാവനകളിൽ വൻ വർധനവുണ്ടായതോടെ പണം എണ്ണുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ട്രസ്റ്റ് നിർബന്ധിതരായിരുന്നു. ഇതിനെ തുടർന്നാണ് SBIയുമായി പുതിയ ധാരണാപത്രം ഒപ്പുവെച്ചത്. അനിൽ മിശ്രയും ബാങ്കും തമ്മിൽ ഒപ്പുവെച്ച ആ രേഖ ഒഴികെ 2020 ഓഗസ്റ്റ് മുതൽ SBIയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും താനാണ് നടത്തിയിരുന്നതെന്നും ചമ്പത് റായ് കൂട്ടിച്ചേർത്തു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പ്ലാന്റിലെ വെള്ളം കയറി 3000-ഓളം ഗ്യാസ് സിലിണ്ടറുകൾ പുഴയിലൂടെ ഒഴുകിപ്പോയി. പുഴയിലൂടെ സിലിണ്ടറുകൾ കൂട്ടത്തോടെ ഒഴുകി നടക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കനത്ത മഴയെ തുടർന്ന് പ്ലാന്റിന്റെ സുരക്ഷാ മതിൽ തകരുകയും പ്രളയജലം അതിശക്തമായി പ്ലാന്റിനുള്ളിലേക്ക് ഇരച്ചു കയറുകയുമായിരുന്നു. ഇതോടെ പ്ലാന്റിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകൾ ഗംഗാപുഴയിലേക്കും അടുത്തുള്ള കായലിലേക്കും ഒഴുകിപ്പോയ സിലിണ്ടറുകളുടെ പലതിലും പാചകവാതകം നിറച്ചുണ്ടാകാമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പുഴയിലൂടെയോ സമീപ പ്രദേശങ്ങളിലൂടെയോ ഒഴുകി നടക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തുന്ന ജനങ്ങൾ അവ ഉടൻ തന്നെ അധികൃതർക്കോ കമ്പനിക്കോ കൈമാറണമെന്നും റായ്ഗഡ് കളക്ടർ കിഷൻ ജാവ്ലെ അറിയിച്ചു. ഒഴുകിപ്പോയ സിലിണ്ടറുകളിൽ ഗ്യാസ് ഉണ്ടോ എന്നോ അവ സുരക്ഷിതമായ അവസ്ഥയിലാണോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇവ വീട്ടിൽ കൊണ്ടുപോകുന്നതോ തുറക്കാൻ ശ്രമിക്കുന്നതോ അപകടകരമാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പുഴയിൽ നിന്നും കിട്ടിയ സിലിണ്ടറുകൾ ആരും വീട്ടിൽ സൂക്ഷിക്കരുതെന്നും എത്രയും വേഗം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. എന്നാൽ മുന്നറിയിപ്പ് അവഗണിച്ച് കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ പലയിടത്തും അടിഞ്ഞുകൂടിയ സിലിണ്ടറുകൾ നാട്ടുകാർ കൈക്കലാക്കി എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങൾ കനത്ത മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കവും നദികൾ കരകവിഞ്ഞൊഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ട ജില്ലകളിലൊന്നാണ് റായ്ഗഡ്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലകപ്പെട്ട ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പുഴയ്ക്കു സമീപം നടത്തിയ തിരച്ചിലിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തു നിന്നാണ് ഈ മൃതദേഹവും കണ്ടെത്തിയതെന്നാണ് നിലവിലെ വിവരം. തുടർന്ന് മൃതദേഹം വൈത്തിരി ആശുപത്രിയിലേക്ക് മാറ്റി. ദുരന്ത സ്ഥലത്തെ 4 മേഖലകളാക്കി തിരിച്ചിരുന്നെന്നും ഇതിൽ 1-ാം സോണിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചതെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന അനുമാനവും അവിടെ നിന്ന് 2-ാമത്തെ സോണിൽ നിന്നും ഇന്ന് തിരച്ചിൽ പ്രധാനമായി നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാണാതായ ഇതര സംസ്ഥാനക്കാരായ 5 പേരിൽ ആരുടേതാണ് ഇന്ന് കണ്ടെത്തിയ മൃതദേഹമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് അപകടം. 6-ാം വളവിൽ വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ ഉടൻ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. കാറിലുണ്ടായിരുന്ന ഒരു കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ടാക്സി ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിന്റെ 3-ാം നിര സീറ്റിന് മുകളിലേക്ക് മരം വീണതിലാണ് വലിയ ദുരന്തം ഒഴിവായത്. വാഹനത്തിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുനഃസ്ഥാപിച്ചത്. കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന, ചുരത്തിന്റെ സന്നദ്ധ പ്രവർത്തകർ, ഹൈവേ പോലീസ്, യാത്രക്കാർ എന്നിവർ സംയുക്തമായി നടത്തിയ പ്രവൃത്തികൾക്കൊടുവിലാണ് റോഡിലെ തടസ്സം നീക്കിയത്. വീണ മരം മുറിച്ചു മാറ്റുകയും അപകടത്തിൽപ്പെട്ട കാർ സംഭവ സ്ഥലത്തു നിന്ന് മാറ്റുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് ദീർഘനേരം ഗതാഗത കുരുക്ക് ഉണ്ടായതിനാൽ ഇപ്പോഴും ചുരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ ഒഴിഞ്ഞു മാറുന്നതിനനുസരിച്ച് ചുരത്തിലെ ഗതാഗതം വൈകാതെ സാധാരണ നിലയിലാകും. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചുരത്തിൽ പെയ്യുന്ന കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ബുധനാഴ്ച അർദ്ധരാത്രിയിലും ചുരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള അയാപ്സ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണ ശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും പോലീസ് വ്യക്തമാക്കി. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ അതിനുള്ള ശ്രമമാണ് നടന്നതെന്നും സ്ഥിരീകരിച്ച സൈബർ ഡിവിഷൻ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും വ്യക്തമാക്കി. ഇനി സ്പോർട്സ്. ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രിയോടെ തുടക്കമാവും. ബോൺസണിലെ ജിലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് കരുത്തരായ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ രാത്രി 1:30-ക്കാണ് മത്സരത്തിന് കിക്ക് ഓഫ് ആവുക. തുടർച്ചയായ 2-ാം തവണയും സെമി ഫൈനൽ യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ കളത്തിലിറങ്ങുന്നത്. 2022 ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിന്റെ ആവർത്തനമാണ് ഇത്തവണ ക്വാർട്ടർ ഫൈനലിൽ കാണാൻ സാധിക്കുന്നത്. ഖത്തറിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ച ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നഷ്ടമായ വിജയത്തിന് പകരം ചോദിക്കാനാകുമെന്നും മൊറോക്കോ ഇന്നിറങ്ങുന്നത്. എന്തായാലും തങ്ങളുടെ 3-ാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിൽ ഉടനീളം തകർപ്പൻ ഫോമിലാണ്. ഗോൾ അടിക്കുവാനും അടുപ്പിക്കാനും കെൽപ്പുള്ള പ്രതിഭകളുടെ വൻ നിരയാണ് കളത്തിലും ബെഞ്ചിലും ഫ്രാൻസിനുള്ളത്.
7 ഗോളുമായി ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറായ കിലിയൻ എംബാബെയും മൈതാനത്ത് പറന്നു കളിച്ച് കളി മെനയുമെന്നും മിഡ്ഫീൽഡ് താരം മൈക്കൽ ഒലീസയും ഈ ലോകകപ്പ് ഇതിനകം തന്നെ ഹാട്രിക് നേട്ടത്തോട് മിന്നും ഫോമിലുള്ള ഉസ്മാൻ ഡെംബലെ അടങ്ങുന്ന ഫ്രാൻസിനെ വീഴ്ത്തുക മൊറോക്കോയ്ക്ക് എളുപ്പമാകില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുകെയിൽ നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഡിപെൻഡന്റ് വിസയിൽ രാജ്യത്ത് ഇപ്പോഴും ആളുകൾ എത്തുന്നു എന്ന് ഹോം ഓഫീസ്. 2024 മാർച്ച് 11 മുതലാണ് കെയർ വർക്കർമാർക്കും സീനിയർ കെയർ വർക്കർമാർക്കും ആശ്രിതരെ യുകെയിലേക്ക് കൊണ്ടുവരുന്നതിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. വിലക്കേർപ്പെടുത്തിയ നിയമത്തിലെ ചില ഇളവുകൾ ഇപ്പോഴും കുടുംബാംഗങ്ങളെ ഡിപെൻഡന്റുകളായി കൊണ്ടുവരാൻ നിയമപരമായി അനുമതി നൽകുന്നു. 2024 ഫെബ്രുവരി ഡിപെൻഡന്റ് അപേക്ഷകൾ 2,33,200 ആയിരുന്നു. എന്നാൽ ഈ വർഷം ഡിപെൻഡന്റ് അപേക്ഷ 41,200 കുറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാർ സമരത്തിലേക്ക്. കൂടുതൽ ശമ്പളവും കുറഞ്ഞ ജോലി സമയവും ആവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർമാർ അടുത്ത 12 മാസത്തിനുള്ളിൽ സമര നടപടികളിലേക്ക് നീങ്ങാൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഡോക്ടർമാരിൽ 76% പേരും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ വോട്ടെടുപ്പിൽ വ്യാവസായിക നടപടികളെ പിന്തുണച്ചു. സമരം നടന്നാൽ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ പ്രധാന ചികിത്സാ സേവനങ്ങളും രോഗി പരിചരണത്തെയും അത് ബാധിക്കുമെന്ന ആശങ്ക. സമര തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ സമരക്കാരും ഡോക്ടർമാരുടെ സംഘടനകളും തമ്മിൽ നടത്തുന്ന ചർച്ചകളിലൂടെ സമരം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തൽ. UK വിമാനത്താവളങ്ങളിലെ ഇ ഗേറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി സർക്കാർ കുറച്ചു. ഇനി മുതൽ 8ഉം 9ഉം വയസ്സുള്ള കുട്ടികൾക്കും യുകെയിൽ മടങ്ങിയെത്തുമ്പോൾ ഈ ഗേറ്റുകൾ വഴി പരിശോധന പൂർത്തിയാക്കാം. മുമ്പ് 10 വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം. പുതിയ മാറ്റത്തിലൂടെ ഈ ഗേറ്റ് സൗകര്യം 15 ലക്ഷത്തോളം കുട്ടികൾക്ക് അധികം പ്രയോജനപ്പെടുത്താനാകുമെന്ന് UK സർക്കാർ. ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങളുടെ യാത്രാക്ലേശം കുറയ്ക്കാനും വിമാനത്താവളത്തിലെ നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനം സഹായിക്കുമെന്ന് വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തുടർച്ചയായി 2ാം ദിനവും കനത്ത പ്രത്യാക്രമണവുമായി US. ആദ്യ ദിനം 80 ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം 90 ലക്ഷ്യങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നും US സെൻട്രൽ കമാൻഡ്. അമേരിക്കയുടെ പുതിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ ചർച്ചകൾക്കായി ഇറാൻ സമീപിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിനായി അപേക്ഷിക്കുകയാണെന്നും എന്നാൽ കരാർ പാലിക്കാൻ അവർ തയ്യാറാണോ എന്ന് ഉറപ്പില്ലെന്നും ട്രംപ്. ഹോർമൂസ് കടലിടുക്കിലെ ഒമാനിയൻ ഇടനാഴി ഉപയോഗിച്ച് ഇന്ത്യൻ എണ്ണ കപ്പൽ ഇറാൻ തിരിച്ചയച്ചു. ഒമാൻ തീരത്തുകൂടിയുള്ള താൽക്കാലിക സമുദ്ര ഇടനാഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ടാങ്കറിനെയാണ് തിരിച്ചയച്ചത്. ഇറാൻ നിർദ്ദേശിച്ച ഷിപ്പിംഗ് പാത തന്നെ ഉപയോഗിക്കാൻ കപ്പലിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് വാദം. ഒമാനിയൻ ഇടനാഴി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പലുകൾക്ക് റേഡിയോ വഴി ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നും റിപ്പോർട്ട്. ബുധനാഴ്ച ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ എല്ലാ കപ്പലുകളും ഒമാനി ഇടനാഴിക്ക് പകരം ഇറാൻ നിശ്ചയിച്ച പാതയാണ് ഉപയോഗിച്ചതെന്നും കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ. ഇസ്ലാം മതം സ്വീകരിച്ചയാൾക്ക് പിന്നോക്ക സംവരണത്തിന്റെ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല എന്ന മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പ്രത്യേകാനുമതി ഹർജി നൽകി. നിലവിൽ സംവരണാനുകൂല്യം ലഭിക്കുന്നയാൾക്ക് മതപരിവർത്തനത്തിന്റെ പേരിൽ അത് നിഷേധിക്കാൻ പാടില്ലെന്ന നിലപാടിലൂടെ ഉറച്ച് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന് വിവിധ സംഘടനകൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യമുന്നയിച്ചിരുന്നു. രാമക്ഷേത്രം ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനും ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായ്. 2025 ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി ചേർന്ന അനിൽ മിശ്ര സ്വന്തം നിലയ്ക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയെന്നും ഇക്കാര്യം തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നടന്നതെന്നും ചമ്പത് റായ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ കത്തിലാണ് റായിയുടെ വെളിപ്പെടുത്തൽ. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് റായ് ഈ കത്തിൽ ഒപ്പിട്ടത്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പുഴയ്ക്ക് സമീപം നടത്തിയ തിരച്ചിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെയും മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലത്തിൽ നിന്നാണ് ഈ മൃതദേഹവും കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരി ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായ ഇതര സംസ്ഥാനക്കാരായ 5 പേരിൽ ആരുടേതാണ് കണ്ടെത്തിയ മൃതദേഹമെന്ന് ഇനി തിരിച്ചറിയണം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.